മിക്ക ആളുകളും കരുതിയിരിക്കുന്നത് യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രോട്ടീൻ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ള ആളുകൾ, ജോയിന്റ് പെയിൻസ് ഒക്കെ ഉള്ളവര് അവരുടെ പ്രോട്ടീൻ കട്ട് ചെയ്യുന്നത് ഒരു പതിവാണ്. ഇപ്പൊ ജിമ്മിൽ വരുന്ന ധാരാളം പേര് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ പറയുന്നത്, ചേട്ടാ എനിക്ക് യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല എന്നാണ്. ആക്ച്വലി യൂറിക് ആസിഡും പ്രോട്ടീനുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഐ ആം രാജേഷ് മോഹൻ, യുവർ ട്രസ്റ്റഡ് പേഴ്സണൽ ട്രെയിനർ. യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ല, പ്യൂറിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. ഈ പ്യൂറിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പ്രോട്ടീൻ റിച്ച് ഫുഡിലും പ്യൂറിൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏതൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡിലാണ് പ്യൂറിൻ അടങ്ങിയിരിക്കുന്നത്, ഏതിലേക്കാണ് പ്യൂറിൻ കുറവായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. പ്രോട്ടീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് വീക്ക് ആവും, നമുക്ക് ജോയിന്റ് പെയിൻസ് ഉണ്ടാവും, നമ്മൾ പെട്ടെന്ന് പ്രായമായി പോകും. നമ്മുടെ മിക്ക ഉപാപചയ പ്രവർത്തനങ്ങളെയും പ്രോട്ടീൻ കട്ട് ചെയ്യുന്നത് നമ്മളെ ബാധിക്കാറുണ്ട്. സോ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം നമുക്കിപ്പോൾ ഓർഗൻ മീറ്റ്സ് അല്ലെങ്കിൽ ആൽക്കഹോള്, പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ റെഡ് മീറ്റ്, ഇത്തരത്തിലുള്ള സോഴ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് പ്യൂറിൻ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ എഗ്ഗ്, നമ്മുടെ വേ പ്രോട്ടീൻ, മിൽക്ക് പോലെയുള്ള അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പോലെയുള്ള ഫുഡുകളിൽ നമുക്ക് പ്യൂറിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്യൂറിൻ്റെ അളവ് കുറഞ്ഞ ഫുഡ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്ത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പ്യൂറിൻ കൂടിയ ഫുഡുകൾ, ഏതൊക്കെയാണ് പ്യൂറിൻ കുറഞ്ഞ ഫുഡുകളെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ലിസ്റ്റ് ഇടുന്നതാണ്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾ കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ നോക്കുക.